ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ ലഞ്ചായിട്ട് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്കായാലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റൈസ് ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1 കപ്പ് ബസ്മതി അരി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം. പിന്നെ കുറച്ച് നേരത്തെ റൈസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ തലേദിവസം രാത്രിയൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുത്ത് ഈ റൈസ് ഉണ്ടാക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഒരു പാൻ വയ്ക്കാം. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവേ. എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇടാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 2-3 വറ്റൽമുളക് ഇടും. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു നാടൻ ടേസ്റ്റും കൂടി വരുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ഇനി കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഒരു 10 അല്ലിയൊക്കെ എടുത്താൽ നല്ലതാണ്. അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവണം. നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം ഒന്ന് മൂത്ത് വന്നാൽ മതി. ഒരുപാട് കരിഞ്ഞു പോകാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനൊരു കുഞ്ഞു സവോളയാണ് എടുത്തത്. വലുതാണെങ്കിൽ ഒരു പകുതിയൊക്കെ ചേർത്താൽ മതി. നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇത് ഒരുപാട് മൂക്കൊന്നും വേണ്ട. സവോള നന്നായിട്ടൊന്ന് വാടണം. ഇത്രയും മതി. ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ ക്യാരറ്റ് കൊത്തി അരിഞ്ഞത് നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട്. ക്യാരറ്റും ഒരുപാട് വേവണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ അത് വാടി കിട്ടും. കുഞ്ഞായിട്ടല്ലേ അരിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാബേജും കൂടി ചേർക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ക്യാബേജ് ചേർക്കാം. ഈ വെജിറ്റബിൾസിനൊന്നും അങ്ങനെ കറക്റ്റ് ഒരു അളവ് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതലൊക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാബേജും പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചോറ് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റിനും ക്യാബേജിനും ഉള്ള ഉപ്പ് മാത്രം ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സോസാണ് ഒഴിക്കുന്നത്. സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ട് ചേർത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയാണ് ചേർക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ച കുത്തുണ്ടല്ലോ, പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. സോസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. സോസ് ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കേട്ടോ തക്കാളിയേക്കാളും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിൽ ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. മുട്ട ഇല്ലാതെയും ചെയ്യാം കേട്ടോ. വെജിറ്റബിൾസ് മാത്രം ഇട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ വെജിറ്റബിൾസും ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗ്രീൻ പീസോ ക്യാപ്സിക്കം അങ്ങനെയുള്ള കൂടുതൽ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ മുട്ടയിൽ ഞാൻ കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ചിക്കിയെടുക്കാം. ആ വെജിറ്റബിൾസും കൂടെ ചേർത്ത് നല്ല ഡ്രൈ ആയിട്ട് വരുന്നത് വരെ ചിക്കിയെടുക്കാം. മുട്ട ഇതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചോറ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് ബസ്മതി അരി ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് കുഴഞ്ഞു പോകാതെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടില്ല, അല്ലെങ്കിൽ കൂടെ കുഴഞ്ഞു പോകും. ചോറ് നേരത്തെ തന്നെ വേവിച്ച് വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാത്രി ഉണ്ടാക്കി വെക്കുക, ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചോറ് റെഡിയാക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തുവിടാനോ ഓഫീസിൽ കൊണ്ടുപോകാനോ ഒക്കെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. ഇതിന് കറി ഒന്നുമില്ലാതെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.